സ്റ്റോക്ക് ട്രേഡിംഗ് തുടങ്ങിയിട്ട് കുറെ കാലമായി. പക്ഷെ ഇപ്പോഴും എങ്ങനെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ ലോസുകൾ ഒഴിവാക്കണമെന്നറിയില്ല, ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നറിയില്ല. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. ഇതിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ പറഞ്ഞ എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേജസ് ആണ് ഇത്. കാരണം ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വട്ടം ക്യാപിറ്റൽ ആഡ് ചെയ്യുന്നു, വാഷ് ഔട്ട് ആക്കി കളയുന്നു, ക്യാപിറ്റൽ ആഡ് ചെയ്യുന്നു, വാഷ് ഔട്ട് ആക്കി കളയുന്നു. അത്രയും പെട്ടെന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണിത്. കാരണം ഞാനെന്നല്ല, ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത്. ഈ ഒരു കാര്യം, ഈ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആയി കഴിയുക എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങളെ അത് ഭയങ്കര ഇമോഷണലി നിങ്ങളെ ബാധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നിങ്ങൾ പലരും ട്രേഡിങ് കിട്ടി ചെയ്തവരായിരിക്കാം. അതും ഈ ഒരു റീസൺ കൊണ്ടായിരിക്കും. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്, നിങ്ങൾ അത് കൊണ്ടിടുന്നു, നിങ്ങളത് പൈസയിൽ നിന്ന് ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഒരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കാൻ നോക്കുന്നു. പക്ഷേ നിങ്ങൾ ഈ ഇടുന്ന പൈസ എല്ലാം പോവാണ്. ഈ കുറച്ചിടുന്ന പൈസ പോയി, നിങ്ങളുടെ സേവിങ്സ്, നിങ്ങളുടെ ബാക്കപ്പ് എല്ലാം എടുത്ത് പിന്നെ റീഇൻവെസ്റ്റ് ചെയ്ത് ലോസ് വരുത്തി കളഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ നിങ്ങൾ പലരും ഇപ്പൊ ക്വിറ്റ് ചെയ്തിട്ടുണ്ടാവും. പലർക്കും എന്ത് ചെയ്യണം, അത് നിങ്ങളുടെ കുറ്റമല്ല. കാരണം ഒബ്വിയസ്ലി നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ പോകുമ്പോൾ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാൻ തോന്നും, അത് ആരുടെയും കുഴപ്പമില്ല. പക്ഷേ യു ഷുഡ് നോട്ട് ക്വിറ്റ്. കാരണം അത് നമുക്ക് പൈസ പോകുന്നത് കുറച്ച് കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ആയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകൾ കൊണ്ടാണ്. അപ്പം അത് പല കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇതുവരെ ലോസ് വന്നതൊക്കെ വന്നു, പോയതൊക്കെ പോയി. നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്, ഇനിയും മാർക്കറ്റ് ഉണ്ട്. അപ്പം എന്ത് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്യാപിറ്റൽ സേഫ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു മെന്റാലിറ്റിയിലൂടെ എത്താൻ പറ്റും, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, ഈ പോയ ലോസുകളൊക്കെ മാറ്റിവെച്ച് പുതിയ പ്രോഫിറ്റുകൾ എങ്ങനെ ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ ഒരു ടോപ്പിക്കിലേക്ക് ഡീപ്പായിട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് മൈ ചാനൽ. കാരണം ഇങ്ങനെയുള്ള കുറേ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ കുറച്ച് വീഡിയോസ് വന്നിട്ടുണ്ട്. സോ പിന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തൊക്കെ ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ട്രേഡിങ്ങും ബിസിനസ് പരമായിട്ടുള്ള എന്ത് ടോപ്പിക്കുകളെ പറ്റി നിങ്ങൾക്ക് സംസാരിക്കണമെന്നാണ് നിങ്ങൾക്ക് കമന്റ്സിൽ പറയാം. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എങ്ങനെ നിങ്ങൾക്ക് ക്യാപിറ്റൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതിൽ ഫസ്റ്റത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു റൂളാണ്, 2 സ്റ്റോപ്പ് ലോസ് എ ഡേ റൂൾ. ഇത് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? ഇത് റൂൾ എന്ന് പറഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല. നമ്മൾ ഒരു ദിവസം ട്രേഡ് ചെയ്യാനിരിക്കുമ്പോൾ നമ്മളുടെ 2 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ ട്രേഡിംഗ് ഡേ നിങ്ങൾ അവിടെ അവസാനിപ്പിക്കണം. ഈ 2 സ്റ്റോപ്പ് ലോസ് എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് എന്താണെന്ന് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100 രൂപയിൽ മേടിക്കുന്ന ഒരു സ്റ്റോക്കാണെന്ന് ഇരിക്കുക. അതിന്റെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു 110 രൂപ 120 രൂപയായിരിക്കാം. ഒരു 10 രൂപ 20 രൂപ ടാർഗറ്റാണ് നമ്മൾ വെക്കുന്നത്. അവിടെ ഈ 100 രൂപയെ നമ്മൾ വാങ്ങിക്കുന്ന സ്റ്റോക്ക് നേരെ താഴോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു 80 രൂപയെ പോയെങ്കിൽ നമുക്ക് അവിടെ 20 രൂപയുടെ നഷ്ടമായി. അപ്പൊ 20 രൂപയുടെ നഷ്ടവും ആവും, 20 രൂപയുടെ ലാഭവും. അപ്പം ഒരു റിസ്ക് പാടെന്ന് പറഞ്ഞാൽ 1:1 എന്നുള്ള രീതിയിലാണ്. അപ്പം നമുക്കത് അഫോർഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ 100 രൂപയിൽ നിന്ന് നമുക്ക് 120 രൂപയാണ് നമ്മുടെ ടാർഗറ്റ്, 20 രൂപ നമ്മുടെ ടാർഗറ്റാണ്. അതേപോലെ തന്നെ ഈ താഴോട്ട് പോകുമ്പോഴത്തേക്കും 90 രൂപയായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ്. എന്ന് വെച്ചാൽ 90 രൂപ ആയിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ആ ട്രേഡ് കട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് 1:2 എന്നുള്ള റിസ്ക് ഇവിടെ, അതായത് 10 രൂപ നമ്മൾ റിസ്ക് ചെയ്യുമ്പം 20 രൂപയുടെ ലാഭം നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. അപ്പൊ അതിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ട്രേഡിനനുസരിച്ച്, നമ്മുടെ ക്യാപിറ്റലിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് ഒരു എക്സിറ്റ് പോയിന്റിൽ എക്സിറ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് സ്റ്റോപ്പ് ലോസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഈ സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ ക്യാപിറ്റലിന്റെ ഇത്ര ശതമാനം മാത്രമായിരിക്കണം. അതായത് നിങ്ങൾക്ക് ഒരു ക്യാപിറ്റൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് കാണും. ഒരു 1 lakh കിട്ടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5,000 വരെ അഫോർഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 5% വരെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാം. എനിവെയർ ഫ്രം 2, 3, 4, 5%. ഇപ്പോൾ ഒരു ഹയർ ക്യാപിറ്റലാണെങ്കിൽ ഞാൻ അഡ്വൈസ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2% മേ ബി ഒരു 3% ആയിരിക്കും. പക്ഷേ അതല്ലാതെ ഒരു 1 lakh ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് 5% റിസ്ക് എടുക്കാൻ പറ്റിയ കുഴപ്പമൊന്നുള്ള കാര്യമല്ല. നിങ്ങൾ റിസ്ക് എടുക്കണം. കാരണം ഇപ്പോൾ ആൾക്കാർക്കൊക്കെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം എന്നൊക്കെ പറഞ്ഞിട്ട് റിസ്ക് എടുക്കാനൊക്കെ ഭയങ്കര പേടിയാണ്. പണ്ട് എൻ്റെ ഒക്കെ കാലത്ത് എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കാനായിരുന്നു, 1 2 ആ മൈൻഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ആൾക്കാർ കുറച്ചുകൂടെ റിസർവ്ഡ് ആയിട്ടുണ്ട്. അത് ഒരുപാട് പേടിക്കുന്നുണ്ട്, അത്രയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ 1 ലക്ഷം രൂപയിൽ 5,000 രൂപ നമ്മൾ പറഞ്ഞു. ആ 5,000 രൂപയിൽ 2 ട്രേഡാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ 5,000 രൂപ നിങ്ങൾ ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, 2,500, 2,500. അപ്പം ഈ 2 ട്രേഡിലും നിങ്ങൾ ഡിപ്ലോയ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 2,500 രൂപയാണ്. അപ്പം ഈ 2,500 റുപ്പീസ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് 2ലും അടിച്ച് നിങ്ങൾക്ക് 5,000 രൂപ ടോട്ടൽ ലോസ് വന്നു കഴിഞ്ഞാൽ അപ്പം നിങ്ങളുടെ ട്രേഡ് നിങ്ങൾ അവസാനിപ്പിക്കണം. പിന്നെ നിങ്ങൾക്ക് ട്രേഡിംഗ് ഇല്ല, ഒന്നുമില്ല. നിങ്ങളുടെ ലോസ് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് നിങ്ങളുടെ 2 സ്റ്റോപ്പ് അടിച്ചു വെച്ചു, ഡൺ.
നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ഒബ്വിയസ്ലി മൂന്നാമത്തെ ഒരു ട്രേഡ് കൂടെ എടുക്കും. അപ്പോൾ പിന്നെ ഒരു 2500 പോകും. ചിലപ്പോൾ 2500 ആയിരിക്കില്ല, 3000 5000 ഒക്കെ ആയിരിക്കും പോകുന്നത്. അങ്ങനെ നമ്മളൊരു ഓവർ ട്രേഡിങ്ങിലോട്ട് വരും. പിന്നെ ഇങ്ങനെ ഒരു റിവെഞ്ച് ട്രേഡിങ്ങിലോട്ട് പോകും. ഇങ്ങനെ പോയി ക്യാപിറ്റൽ ഫുൾ പോകും. സോ ആ ഒരു കാര്യം ചെയ്യാതിരിക്കുക. അപ്പോൾ ഏറ്റവും ഈസി മെത്തേഡാണ് ടു സ്റ്റോപ്പ് ലോസ് ഡേ മെത്തേഡ്. കാരണം നിങ്ങൾ 2 സ്റ്റോക്ക് മാത്രം ട്രേഡ് ചെയ്യുക. ആ സ്റ്റോപ്പ് ലോസ് അതിൻ്റെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ലോസ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ട്രേഡ് ഫിനിഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് റിവെഞ്ച് ട്രേഡിങ്. കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് കൂടുതൽ വരുന്നുണ്ട്. മേ ബി ഒരു 2 സ്റ്റോപ്പ് ലോസ് അടിച്ചില്ല, നിങ്ങൾക്ക് ഒരു ട്രേഡ് ആയിരിക്കും എടുത്തത്. നിങ്ങൾ ആ ഒരു ട്രേഡിൽ എടുത്ത റിസ്ക് എന്ന് പറയുന്നത് 5000 രൂപ ആയിരിക്കും. കാരണം 2 സ്റ്റോക്കിൽ ഒറ്റ സ്റ്റോക്കിലായിരിക്കും. പക്ഷേ ചില സമയത്ത് നിങ്ങൾക്ക് 5000 രൂപയുടെ ലോസ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതിനേക്കാളും 5000 രൂപയാണ് നിങ്ങൾക്ക് ഒരു വെക്കേണ്ട റിസ്ക്, നിങ്ങൾ ചിലപ്പോൾ 10000 രൂപ വെക്കും. കാരണം ഗ്രീഡ് എന്ന് പറഞ്ഞൊരു ഇമോഷൻ നമുക്ക് കയറി വരും. പക്ഷേ ഈ ഒരു 10000 രൂപ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ലോസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവെഞ്ച് ട്രേഡിങ് ആയിരിക്കും. നിങ്ങൾക്ക് ആ 10000 രൂപ എങ്ങനെയും പിടിക്കണം. നിങ്ങൾ ഈ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പൈസ തിരിച്ചു പിടിക്കാൻ നോക്കുമ്പോഴാണ് നമുക്ക് ക്യാപിറ്റൽ കൂടുതലായിട്ട് ലോസ് വരുന്നത്. സോ നിങ്ങൾ ഈ പറഞ്ഞ ഒരു 2 സ്റ്റോപ്പ് ലോസ് ഡേ എന്ന് പറയുന്ന ഒരു റൂള് ഫോളോ ചെയ്യുക. രണ്ടാമത് റിവെഞ്ച് ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു സാധനം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. കാരണം നിങ്ങൾ ഒറ്റ കാര്യം ഓർക്കുന്നത്, മാർക്കറ്റ് ഇനി 100 ദിവസം മാർക്കറ്റ് ഉണ്ട്. നാളെയും മറ്റന്നാളും അത് കഴിഞ്ഞിട്ട് അടുത്ത മാസവും അടുത്ത ആഴ്ചയും എല്ലാം അടുത്ത വർഷവും ഒക്കെ മാർക്കറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇന്ന് പോയ പൈസ തിരിച്ചു കിട്ടാൻ ഒരുപാട് ദിവസങ്ങളുണ്ട്. ഇന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ചുണ്ടാക്കണമെന്നുള്ളൊരു നിർബന്ധവും ഇല്ല. സോ ലിറ്ററലി ഈ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ പ്രവർത്തിക്കുക. കാരണം നിങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ട്. ഇന്ന് പോയത് പോയി, നാളത്തെ നാളെ, ഇന്നത്തെ ഇന്ന് നമുക്ക് ലോസ് കിട്ടി, അത് അക്സെപ്റ്റ് ചെയ്യുക. എന്തുകൊണ്ട് ലോസ് വന്നു പഠിക്കുക, ഓക്കെ, നോട്ട് ഡൗൺ ചെയ്യുക. അടുത്ത ദിവസം ട്രേഡ് ലോസ് വന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ലോസ് വന്നു എഴുതുക, നോട്ട് ഡൗൺ ചെയ്യുക. അടുത്ത ദിവസം പ്രോഫിറ്റ് ആവും. കുറേ ദിവസം ലോസ് വന്നാലും പിന്നെ നിങ്ങൾ പ്രോഫിറ്റിലോട്ട് എത്തും. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. 2 സ്റ്റോപ്പ് ലോസ് ഡേ റൂളും അതേപോലെ ഈ റിവെഞ്ച് ട്രേഡിംഗ് എന്നുള്ള ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി നോക്കുക. നിങ്ങളുടെ റിസ്ക് മാനേജ് ചെയ്യുക. നിങ്ങളുടെ റിസ്ക് ചെയ്യുന്ന എമൗണ്ടിനനുസരിച്ചുള്ള ട്രേഡ്സ് മാത്രം എടുക്കുക. അതിനനുസരിച്ചുള്ള സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ട്രേഡ് എടുക്കുക. ഒരു ട്രേഡാണ് എടുക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിനനുസരിച്ചുള്ളത് മാത്രം എടുക്കുക. സോ അത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ള ഒരു കാര്യം പറയുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചാനൽ. സീ യു ഓൺ അനദർ വീഡിയോ. അണ്ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, പീസ്.